ഇന്ന് നമ്മളൊരു കിൻഡർ സർപ്രൈസ് എഗ് ആണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുത്തതിന് ശേഷം തോടൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കോഴിമുട്ടയാണ്. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ആദ്യം കത്തി വെച്ചിട്ട് നീളത്തിൽ രണ്ടായിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ മുട്ടക്കറിക്കൊക്കെ മുറിച്ചെടുക്കുന്ന അതുപോലെ തന്നെ. ഇനി ഈ മുട്ടയുടെ ഉള്ളിലുള്ള ആ മഞ്ഞ ഭാഗം മാത്രം അങ്ങ് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുട്ടയുടെ ഉള്ളിലുള്ള മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 മുട്ടയുടെയും വെള്ളയും മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് പൊടിച്ചതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സവാള, കൂടുതലൊന്നും വേണ്ട, കാരണം നമ്മൾ 2 മുട്ടയാണല്ലോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ സവാളയൊക്കെ ആണെങ്കിൽ 1ന്റെ പകുതി മതി, ചെറുതാണെങ്കിൽ 1 എടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ പച്ചമുളക്, വലുതാണെങ്കിൽ പകുതി മതി, അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പില. ഇത് എല്ലാം കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴന്ന് വന്നാൽ മതി. ഇത് കാണുന്ന സമയത്ത് ഉള്ളി വളരെ കുറവുള്ളതുപോലെ തോന്നും, പക്ഷെ നമുക്ക് ഈ ഒരു 2 മുട്ടയിലേക്ക് ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവും കൂട്ടിയാൽ മതി. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 നുള്ളു ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികൾ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ മതി നമുക്ക് ഈ ഒരു മസാലയ്ക്ക്. മുളക് പൊടി, മല്ലിപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരു മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാകും. ലാസ്റ്റായിട്ട് ഇതിലേക്കൊരു 1 ടീസ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, മല്ലിയില ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിലേക്ക് വേണ്ട മസാല എന്ന് പറയുന്നത്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല പതുക്കെ അങ്ങ് ചൂടാറുന്ന സമയത്ത് ഇത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം നമുക്ക്. ആ സമയത്ത് മുട്ടയുടെ മഞ്ഞ ഒന്നുകൂടെ കൈവച്ച് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തങ്ങ് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലുത് വേണ്ട. അതായത് നമുക്ക് ഈ ഒരു മസാല കൊണ്ട് 4 ബോൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. 4 മുട്ടയുടെ പീസാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഈ വലുപ്പത്തിലുള്ള ഒരു 4 ബോളാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ. മുട്ടയുടെ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റോളായി കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് കൊണ്ടുള്ള 4 ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ട മൊത്തം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി വരില്ല, ഒരു പകുതി മതിയാകും. കോൺഫ്ലോർ ചേർത്തിട്ട് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം, അതുകൂടെ എടുത്ത് സൈഡിലേക്ക് വെക്കുക. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെ. ബ്രെഡ് ക്രംസിൽ ഫസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ മുട്ടയിലേക്ക് ഇട്ടതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ആ ബ്രെഡ് ക്രംസൊക്കെ അതിൽ ഒന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് വരെ ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിൽ ചാടിപ്പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 കൂടെ അങ്ങ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ബോൾസൊക്കെ ഇപ്പോൾ കറക്റ്റ് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ, ഇതും നമുക്ക് ഇതുപോലെ തന്നെ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു പീസ് മുട്ടയുടെ വെള്ള എടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ മുട്ടയിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കുക.
ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഒരുപാട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് കവർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രൈ ആയി വരാനുള്ളത് മാത്രം മതി. അതുപോലെ തന്നെ ഈ മുട്ടയുടെ വെള്ള ഡബിൾ കോട്ടിങ് ചെയ്യേണ്ട, അതായത് 2 പ്രാവശ്യം ബ്രെഡ് ക്രംസിൽ മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് ആ വൈറ്റ് കളർ ഒന്ന് കാണണം, അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 പീസോട് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബോൾസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് എല്ലാം ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇവിടെ എഗ് ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എഗ് വൈറ്റ് ആണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ഈ എഗ് വൈറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട വെള്ള ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, എപ്പോഴും ഉണ്ടാവില്ല. ഹൈ ഫ്ലെയിമിലാവുമ്പോഴാണ് ഈ മുട്ട കൂടുതലായിട്ട് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ എഗ് വൈറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എണ്ണയിലിടേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒന്നങ്ങ് ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. അപ്പോൾ അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുട്ട ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരടപ്പ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. മൊത്തത്തിൽ കവർ ചെയ്ത് വെക്കണ്ട, ചെറുതായിട്ടൊന്നങ്ങ് കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇത് പിന്നെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, 2 ഭാഗവും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഇത് നമുക്കിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കാം. ഇതിന് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഒരു ബോൾ എടുത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ കിൻഡർ ജോയ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കിൻഡർ ജോയുടെ പാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ഒരുപാട് സ്പൈസി ഒന്നുമില്ല. സ്പൈസി സ്നാക്ക്ന്ന് പേരാണെങ്കിൽ പോലും കഴിക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും, കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നങ്ങ് കടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. സാധാരണ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ട് മുട്ട നിറച്ചത് കൊണ്ട് ഇതുപോലെ റെസിപ്പി ചെയ്യലുണ്ട്. അതായത് ഇതുപോലെ തന്നെ എഗ്ഗിൻ്റെ ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് മൈദയിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും, കാരണം ഈ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇത് ഉണ്ടാക്കി നമ്മൾ എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം തണുത്ത് കഴിഞ്ഞാൽ മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്